നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് എല്ലാ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം അല്പം ഉയർന്നു തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. 24,141 മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഡേറ്റകൾക്കനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇനി ആളുകൾ ഉറ്റുനോക്കുന്നത്. GDP ഡേറ്റ പുറത്തു വന്നു. അത് എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് താഴോട്ടാണ് പോയത്. 5.4% യഥാർത്ഥത്തിൽ GDP വളർന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു 6% മുകളിലൊക്കെ ഉണ്ടാവുക, 6.5 ഒക്കെ പലരും നമ്മളുടെ റിസർവ് ബാങ്ക് ഒക്കെ കണക്കൂട്ടിയിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് താഴോട്ടാണ് പോയത്. മാനുഫാക്ചറിങ് സെക്ടർ വളരെ മോശമായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ, കൺസ്യൂമർ ഐറ്റംസ് വിൽപ്പനയിൽ അതെല്ലാം താഴോട്ട് കാണിക്കുന്നു മീറ്റർ. അല്പം പ്രതീക്ഷയ്ക്ക് വകയുള്ളത് അഗ്രികൾച്ചർ മേഖലയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ മുന്നോട്ട് നീങ്ങിയെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മേഖലകളെല്ലാം തന്നെ പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ തിങ്കളാഴ്ചത്തെ പ്രതികരണമെന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് മാർക്കറ്റ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ഓരോ ചെറിയ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ. ഇതിനു മുമ്പ് ആ മാർക്കറ്റ്, ബുൾ മാർക്കറ്റ് ഇങ്ങനെ കയറി പോകുന്ന ആ സമയത്ത് എന്ത് വാർത്തകൾ വന്നാലും അത് പോസിറ്റീവായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വ്യത്യസ്തമായി ഇപ്പോൾ ചെറിയ ഡേറ്റകൾക്ക് അനുസരിച്ച് പ്രതികരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. മാർക്കറ്റ് അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, മാർക്കറ്റിലെ റിയലായിട്ടുള്ള ജേംസിനെ ഓരോരുത്തർക്ക് കണ്ടെത്താനാവും. ആ ഷെയറുകളെ തിരഞ്ഞു പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. അങ്ങനെയുള്ള ഗുണമുണ്ട്. മറ്റേ കയറി പോകുമ്പോൾ എല്ലാ ഷെയറുകളും കയറുന്നു, ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ശതമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി അങ്ങനെയല്ല. ഇനി മാർക്കറ്റിന് അതിൻ്റേതായ ചില പ്രയോറിറ്റീസ് കൊടുക്കുന്ന ചില മേഖലകളുണ്ട്. ചില ഷെയറുകൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഇതെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് ഇനിയും ഫ്ലക്ച്വേഷൻ ഒരുപാടുണ്ടാവും. തിങ്കളാഴ്ചയും ഒട്ടും വ്യത്യസ്തമാവില്ല. ഈ ഒരു ക്വാർട്ടറിലെ GDP കൊണ്ട് എല്ലാമായി, അല്ലെങ്കിൽ ഈ കണക്ക് വെച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ GDP കണക്ക് പറയാൻ പറ്റും എന്നൊന്നും വിചാരിക്കരുത്. മിക്കവാറും അടുത്ത ക്വാർട്ടറിലെ GDP റേറ്റ് നന്നായി മുന്നേറാനാണ് സാധ്യത. കാരണം ഈ ഫെസ്റ്റിവൽ സീസണിൽ കൺസ്യൂമർ ഐറ്റംസ് എല്ലാം ഒരുപാട് വിൽപ്പന നടക്കുന്നു, വാഹനങ്ങളുടെ വിൽപ്പന കൂടുന്നു. അങ്ങനെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിൽ റൂറൽ ഏരിയയിലെ നല്ല കൺസ്യൂമർ ഐറ്റംസ് കൂടുതലായിട്ട് വിറ്റ് പോകുന്നുണ്ട്, നല്ല വാങ്ങൽ ശേഷി അവർക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലകളിൽ അടുത്ത ക്വാർട്ടർ തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം കാഴ്ചവെക്കും. അതിനനുസരിച്ച് GDPയിലെ വളർച്ചയും ഉണ്ടാകും. പിന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് നടക്കുന്നതെന്നുള്ള വാർത്തകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ GDPയിൽ പ്രതിഫലിക്കും അടുത്ത ക്വാർട്ടർ ആകുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു തിരിച്ചുവരവാകുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ GDP ഡേറ്റകൾ മാർക്കറ്റിനെ സ്വാധീനിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സാമ്പത്തികമായി ഈ സാമ്പത്തിക രംഗത്ത് സംഭവിക്കുന്ന ഇതുപോലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു ബിയർ മാർക്കറ്റിലേക്ക് പോലും പോകാവുന്ന അവസ്ഥയുണ്ട്. കാരണം അടുത്ത ക്വാർട്ടറിൽ ഇതുപോലെ തന്നെ ഒരു ഇതാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ RBIയും ഗവൺമെൻറ്റും ഒക്കെ കണക്ക് കൂട്ടിയിട്ടുള്ള GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ ഒരുപാട് താഴോട്ട് പോകും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും. കാരണം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം മാർക്കറ്റിന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ ഈ
ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ചിലവാക്കൽ വളരെ കുറഞ്ഞു. ഈ ക്വാർട്ടറിലും അടുത്ത ക്വാർട്ടറിലും ഗവൺമെൻറ്റിൻ്റെ ചിലവാക്കൽ കൂടുകയും അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെയാണ് ആളുകൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വാർട്ടറും അതിനടുത്ത ക്വാർട്ടറും നല്ല നിലവാരത്തിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയായിരിക്കും മാർക്കറ്റിൻ്റെ പ്രതികരണങ്ങൾ. അതുകൊണ്ട് വൻപിച്ച താഴ്ചയൊന്നും തിങ്കളാഴ്ച പ്രതീക്ഷിക്കരുത്. അത് ചിലപ്പോൾ അതിന് നേരെ വിപരീതവുമാകാം. അന്താരാഷ്ട്ര മാർക്കറ്റുകളുടെ ചലനങ്ങളും എല്ലാം വെച്ച് നോക്കി ആണ് തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാവുക. എനിവേ അതെല്ലാം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് അതിലത്തെ 2 സ്റ്റോക്കുകളെ നമുക്ക് പരിചയപ്പെടാം. ഈ 2 സ്റ്റോക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ്. കേരളത്തിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്റ്റോക്കുകളാണ്. അവ ഒരു അടുത്ത ലെവലിലേക്കുള്ള ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് കണക്കുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്ന DM ഹെൽത്ത് കെയർ ആണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കേട്ടിട്ടുണ്ടാകും, ആസ്റ്റർ മെഡിസിറ്റിയൊക്കെ. അപ്പോൾ ആ കമ്പനി അവർ കഴിഞ്ഞ 2023 അവസാനത്തോടു കൂടിയാണ് GCCയിലെ ഗൾഫ് മേഖലയിലേത് പുതിയ വേറൊരു കമ്പനിയാക്കി മാറ്റി. ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ വേറൊരു കമ്പനിയായി വിഭജിക്കുകയും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് ആക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അത് മറ്റ് ഒരു കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ഒറ്റ ബ്രാൻഡിലാകുന്നു, ഒരേ കമ്പനിയാക്കി മാറ്റുന്നു അവർ. DM ഹെൽത്ത് കെയറിന് ഡോമിനൻസ് കിട്ടുന്നുണ്ട്. അവരുടെ DM ഹെൽത്ത് കെയറിൻ്റെ പേര് തന്നെ മാറുന്നു. അതായത് ആസ്റ്റർ DM ക്വാളിറ്റി കെയറായി മാറുകയാണ് ഇനി അത്. ആ കമ്പനിയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുകയാണ്. അതനുസരിച്ച് കമ്പനി മെച്ചപ്പെടുന്നു, അവരുടെ സ്റ്റോക്കിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായി മാറുകയാണ്. ബെഡുകളുള്ള 10,150 ബെഡുകൾ ഇവരുടെ ഇതിലുണ്ടാവുക, ഹോസ്പിറ്റൽ മേഖലയിൽ ഇവർക്ക് ലഭിക്കുകയാണ് ഒന്നിച്ചുള്ളത്. DM ഹെൽത്ത് കെയറിൻ്റെ കൂടെ ക്വാളിറ്റി കെയറിൻ്റെ ഉണ്ട്, പിന്നെ 2 കമ്പനികൾ കൂടിയുണ്ട്. എവർ കെയർ എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മളുടെ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കിംസ് ഹെൽത്ത് കെയർ. അപ്പോൾ അങ്ങനെ 3 കമ്പനികളാണ് ഈ DM ഹെൽത്ത് കെയറിനോട് ഇപ്പോൾ ചേരുന്നത്, ആസ്റ്റർ DMനോട് ചേരുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ കമ്പനിയായി പ്രവർത്തിക്കുന്നു, ഒറ്റ ബ്രാൻഡിന് കീഴിലാകുന്നു, ഒറ്റ കീഴിലാകുന്നു. അതിൽ ആസ്റ്ററിൻ്റെ MD ആയ ആസാദ് മൂപ്പൻ തന്നെയായിരിക്കും എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ആ കമ്പനിക്ക് ഒരു മാറ്റം വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഷെയർ വാല്യൂവിലും അതിൻ്റെ പുരോഗതി തീർച്ചയായിട്ടും കാണാനുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ന്യൂസ് വന്നപ്പോൾ ന്യൂസിനനുസരിച്ച് ഷെയറിൻ്റെ വാല്യൂവിൽ നല്ല വർധനവ് ഉണ്ടായിട്ടുണ്ട്. 500 രൂപയിൽ നിൽക്കുന്നു. അത് അതിൻ്റെ താഴ്ചയിലൊക്കെ നമുക്ക് വാങ്ങി വയ്ക്കാവുന്ന ഒരു ഷെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം, നിങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതിൽ തീരുമാനം എടുക്കണം. ഇത് എൻ്റേതൊരു വാങ്ങിക്കാനുള്ള നിർദ്ദേശമൊന്നുമല്ല. ഞാനിതിനെക്കുറിച്ച് കേട്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങളുടെ അറിവിലേക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്, നമ്മളുടെ വണ്ടർലയ്ക്ക് കുറേ നാളുകളായി അതൊരു ലെവലിൽ അങ്ങനെ കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ റിസൾട്ട് വളരെ മോശമായിരുന്നു എന്നൊക്കെയുള്ള ഇതാണ് അതിൻ്റെ ഈ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന ഏകദേശം 840, 848 ഒക്കെ ലെവലിൽ അങ്ങനെ കുറേ കാലമായി അത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഷെയറാണ്. 1177 രൂപ വരെ അത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് താഴോട്ട് വന്നു. അതിൻ്റെ ഈ ക്വാർട്ടറിലെ പ്രവർത്തനങ്ങൾ അത്ര മികവുറ്റതായില്ല എന്നുള്ളതാണ് കാരണം. അത് പല കാരണങ്ങളുണ്ട്. ഈ
പാർക്കുകളുടെ വിനോദ പാർക്കുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിനനുസരിച്ചും അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ഇവരുടെ സന്ദർശനം കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും. നമ്മളുടെ ഏറ്റവും കാലവർഷം കൂടി നിന്ന ഈ വർഷം ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കടന്നുപോയത്. അപ്പോൾ കാലവർഷ സമയത്ത് ആരും തന്നെ അങ്ങോട്ട് ഇത്തരം അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലേക്ക് പോകാൻ വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ക്വാർട്ടർ അത്ര മോശമായതാണ്. അതുകൊണ്ട് അടുത്ത ക്വാർട്ടറുകളൊക്കെ മോശമാകുമെന്നൊന്നും പ്രതീക്ഷിക്കാനാവില്ല. കമ്പനിയുടെ പ്രവർത്തനങ്ങളും വളരെ വിപുലമായി നടക്കുന്നുണ്ട്. അടുത്ത ഓരോ വർഷം ഓരോ പാർക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് മിഥുൻ ചിറ്റിലപ്പള്ളി MD പറയുന്നത്. ഇപ്പോൾ തന്നെ 3-4 പാർക്കുകളായിട്ടുണ്ട് അവരുടെ ഇതിൽ. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ വരുമാനത്തിൽ ഭുവനേശ്വറിലുണ്ടാകുന്ന പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടുകളൊക്കെ വരുന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അവരാണെങ്കിൽ ഒരു 800 കോടിയുടെ ഡെപ്റ്റ് QIP വഴി സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടെ അവർ കമ്പനിയുടെ മാറ്റിയിരിപ്പുള്ള തുകയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു 2000 കോടിയുടെ വികസന പദ്ധതികളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു 3 പാർക്ക് കൂടി അഡീഷണലായിട്ട് ഈ കാലഘട്ടത്തിൽ ചേർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെല്ലാം ഒരു വികസന പ്രവർത്തനങ്ങളാണ്. അതെല്ലാം സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ പ്രകടമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും മനുഷ്യർക്ക് വേണ്ടാതെ വരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. വണ്ടർലയിലെ മാനേജ്മെൻറ്റിനെയൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. നല്ല അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. അടുത്ത 2 ക്വാർട്ടർ അവരുടേത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് കമൻട്രിയിൽ പറയുന്നത്. ഇപ്പോൾ ഉത്സവകാലം വരികയാണ്. ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ഇടമാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാവും. കമ്പനിയുടെ മറ്റു ഡീറ്റെയിൽസിലേക്ക് കടന്നാൽ മാർക്കറ്റ് ക്യാപ്പ് 4684 രൂപയേ ഉള്ളൂ. 829 രൂപയിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. ROE 14.7%. ROCE 19.8%. അതിൻ്റെ ബുക്ക് വാല്യൂ 205 രൂപയുണ്ട്. ഹൈ കാണിച്ചിരിക്കുന്ന 1107, 770 രൂപ ലോ കാണിച്ചിരിക്കുന്നു. 52 വീക്ക് ഹൈയും ലോയും. ഫേസ് വാല്യൂ 10 രൂപയുള്ള ഷെയറാണ്. അതൊക്കെയാണ് കമ്പനിയുടെ ഡീറ്റെയിൽസുകൾ. ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രൊമോട്ടർ നമുക്കറിയാവുന്നതാണ്. അവരുടെ കൈവശമുള്ളത് 69.79% ഷെയറാണ്. FISന് 3.6%. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു 0.5% FISൻ്റെ നിക്ഷേപം കുറയുകയാണ് ഉണ്ടായത്. അതേസമയം 1%-ന് മുകളിൽ 2%-ഓളം DISൻ്റെ നിക്ഷേപം കൂടിയിട്ടുണ്ട്. 6.95 ആയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 19%, 19.65% ഷെയറാണ് പബ്ലിക്കിനുള്ളത്. ഒക്കെയാണ് കമ്പനിയുടെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മാനേജ്മെൻറ്റാണ്. ഏകദേശം പ്രവർത്തനങ്ങളെല്ലാം നല്ല കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം വലിയ റിട്ടേണുകൾ നൽകാത്ത ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായ മറ്റു ഈ പാർക്കുകളൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനം മികവിലേക്ക് വരികയും അതിന് കൂടുതൽ ലാഭമുണ്ടാകുകയും ഒക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഓക്കെ, ഞാനിത് പറഞ്ഞത് നിങ്ങളിത് വാങ്ങിച്ച് ഇപ്പോൾ തന്നെ കൂട്ടി വയ്ക്കൊള്ളണം എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അറിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളുടെ റീസെർച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കിറ്റെക്സി പറഞ്ഞ പോലെ കുറേ ആളുകൾ അങ്ങനെ കിടന്നത് ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഏറ്റവും ഹൈയിലെത്തിയിരിക്കുകയാണ്. 10 വർഷത്തെ ഏറ്റവും ഹൈ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. 741 രൂപയിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് ഞാൻ നിർദ്ദേശിച്ച് തുടങ്ങിയപ്പോഴും തന്നെ പറഞ്ഞിരുന്നതാണ് ഒരു 750 രൂപയൊക്കെ അതിൻ്റെ ഇതിൽ ഹൈയിൽ വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴെന്ന്. അത് ബോണസിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അവർ. അപ്പോൾ തന്നെ അത് ഈ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഇനിയും അതിന് മുന്നേറാനുള്ള സാധ്യതയുണ്ട്.
എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. എല്ലാവരും ബോണസ് കിട്ടിയതിന് ശേഷം വിറ്റാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴെല്ലാവരും. എനിവേ, ഇന്ന് പറഞ്ഞ 2 ഷെയറുകളിൽ എൻ്റെ താല്പര്യമെന്ന് പറഞ്ഞാൽ നിക്ഷേപമൊന്നുമുള്ളതല്ല. ഇത് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേരളത്തിലെ കമ്പനിയാണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മളുടെ ശ്രദ്ധയിൽ പലപ്പോഴും അങ്ങനെയുള്ള കമ്പനികൾ പെടാറില്ല. പലരും ഇതിനെയൊക്കെ അടുത്ത ഹൈയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. ഇപ്പോൾ ഈ കിറ്റെക്സ് ആണെങ്കിലും അതുപോലെയുള്ള പല കമ്പനികളും, ഫെഡറൽ ബാങ്ക് ഒക്കെ മുകളിലേക്ക് കുതിച്ച് കയറി കഴിയുമ്പോഴായിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഷെയറുകൾക്കുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റേതായ രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങൾ അതിനെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കാശാണ്. നിങ്ങളതിനെ വളരെയേറെ പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. എല്ലാവരും സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. നിങ്ങൾ അഭിപ്രായം എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഈ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുക. താങ്ക് യു.